ഒരു ഗെയിം ഇല്ലാതെ എന്ത് സന്തോഷം. ഒരു ബൗൾ പിടിക്കുക, മുകളിൽ നിന്ന് രണ്ട് കൈ കൊണ്ടും ഇഷ്ടമുള്ള ഒരു സൈഡിൽ ബോൾ ഇടുക. കറക്റ്റ് എവിടെയാണ് ഇടുന്നത് മനസ്സിലായിട്ട് ക്യാച്ച് ചെയ്യാം. ഞാൻ റൈറ്റ് ആണോളെ പറഞ്ഞല്ലേ, റൈറ്റ്. ഇത് കറക്റ്റ് ഞാൻ ലെഫ്റ്റ് ഇടും, പിടിച്ചോ. ഇടാൻ പറയണേ, ലെഫ്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ. റൈറ്റ്, ഇത് കറക്റ്റ് റൈറ്റ്. വേണേ പിടിച്ചോ. രണ്ടാമത്തെ ഗെയിം ഇതാണ്. നിങ്ങൾക്ക് ഇതേ 5 ബോൾ വെച്ച് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഗ്ലാസസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോ ബോള് ഊതി ഈ ഗ്ലാസിന്റെ അകത്തേക്ക് കേറി അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ മൂന്നാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. സ്പൂൺ ഞാൻ തരും. അപ്പൊ അത് കൈ ഉപയോഗിക്കാതെ ഒന്ന് വായ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇതിന് മുകളിൽ വെക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വാവ്, ഒരേ സമയമൊക്കെ എടുത്തോണ്ട് പോണു. 3 എന്ന നമ്പറിൽ രണ്ടുപേരും കട്ടക്ക് മുന്നോട്ട് പോവുകയാണ്. തൂലികാതെ പേര് ഒരു കാലഘട്ടത്തിൽ മഴ, വെയില്, കാറ്റ് തുടങ്ങിയിട്ട് പ്രകൃതിയുമായി ഇടങ്ങുന്ന മലയാള പേരുകളാണ് ഓരോ കുട്ടികൾക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിട്ട് തൂലിക എന്ന് പറഞ്ഞ പേര് അങ്ങനെ ഇട്ടതാണോ? ശരിക്കും അങ്ങനെ ഒരു മലയാള തനിമ പ്രകൃതിയോട് ചേർന്ന് അങ്ങനെ അല്ല. ഞാൻ ആദ്യം അനബെല്ല ഇംഗ്ലീഷ് സിനിമയുടെ ഫയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറയാം, കൊച്ചിന് ഞാൻ പെങ്കൊച്ചാണെങ്കിൽ ആ പേര് ഇടുള്ളൂ. ആ പേര് ഇടണോ? കല്യാണത്തിന് മുന്നേ സിനിമ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ പറയാം, ഈ അത് കൊള്ളത്തില്ല, അത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ മറ്റേ പോസ്റ്റ് അടിച്ച സമയത്ത് കില്ലെന്ന് പറഞ്ഞ സിനിമ, അപ്പൊ അതിലെ നായികയുടെ ഒരു തൂലിക എന്നാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ പേര് കൊള്ളാലോ, പെൺകുച്ചാണെങ്കിൽ ആ പേരിടാം എന്ന്. അപ്പൊ എനിക്ക് ആ പേര് വിളിക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ചിലപ്പം ഇനി ആ സിനിമ കാണാൻ പോയത് ഞാൻ കൊച്ചിന് ഈ പേര് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ആ മൈൻഡിൽ ആ പേര് വരത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയും, മേഘ ക്ലിപ്പിലാണെങ്കിൽ തൂലിക, നേത്ര, അങ്ങനെ 2-3 പേരുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും കൂടുതൽ തൂലിക എന്നായിരുന്നു. പിന്നെ ആൺകുട്ടിയായിരുന്നു യുഹാൻ എന്ന് ഇടാൻ വേണ്ടി. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ആളുകൾ ഇൻഫ്ലുവൻസ് ആയി പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ചെയ്യാറുണ്ടോ കാര്യങ്ങൾ? ഞാൻ മദ്യപാനത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ആവും നമ്മളെ വീഡിയോസിലൊന്നും നമ്മൾ അധികം കൊണ്ടുവരാൻ. എന്നുവെച്ചാൽ കോണ്ടന്റ് നമ്മളെ കോമഡി വൈൻ വീഡിയോസിലൊക്കെ ആണെങ്കിൽ നമ്മളത് ക്യാരക്ടറിന് വേണ്ടി ചെയ്യാം. അല്ലാതെ നമ്മളിപ്പം ട്രിപ്പൊക്കെ പോകുന്നുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ആ വീഡിയോസ് ഒന്നും വിഷ്വലൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല. കാരണം ചില പിള്ളേർ വിചാരിക്കും, അയ്യോ ആ ചേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ചെയ്തുവിടാ എന്ന് തോന്നും. കോളേജിൽ പഠിച്ച സമയത്ത് നമ്മളെ ഏരിയയിൽ എല്ലാ ചേട്ടന്മാരും ഇപ്പൊ ഉള്ള ഡ്രഗുകളൊക്കെ അന്ന് പണ്ട് സാധനം അവിടെ ഉണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നവരെ അടിക്കണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് നമുക്ക് തോന്നില്ല. എല്ലാവരും നമ്മളെ മൈൻഡ് സെറ്റ് ആണ്, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവരെന്തോ ചെയ്യട്ടെ, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു 3 കൂട്ടുകാരന്മാരുണ്ട്, നമ്മൾ ആരും അത് യൂസ് ചെയ്യില്ല. നമ്മൾ ക്രിക്കറ്റ് കളിയിലുള്ള കൂട്ടുകാരന്മാർ തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് അവരെ ഇഷ്ടമാണ്, അവരെന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ട, നമ്മൾ ചെയ്യുന്നില്ല. ഡെലിവറിക്ക് ശേഷം ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും അത് മാറ്റാൻ വേണ്ടി പല രീതിയിൽ ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒരു കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു വീട്ടിൽ കെട്ടി നൂല് കെട്ട്, അത് എപ്പോഴാണെങ്കിൽ ഇത്രയും എന്തുകൊണ്ട് ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോൾ എപ്പോഴാണോ മേഘ ഓക്കെ ആവുന്നത് അന്ന് മാത്രമേ ഞാൻ ചെയ്യൂ. ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ അല്ല. അതിപ്പം നൂലുകെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിന് നമ്മുടെ ഈ തൂലിക വന്നതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഒരു ചടങ്ങാണ്. അപ്പൊ അത് മേക്ക് അത്രയും പെയിൻ, നമുക്കായിരുന്നാലും ഇപ്പൊ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ഒരു പരിപാടി ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പൊ അവളത് ഓക്കെ ആയതിനു ശേഷം മതി എന്നുള്ളതാണ്. ഇപ്പൊ അത് 50 അല്ല 60 ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതായിരുന്നു തീരുമാനം. പിന്നെ അങ്ങനെ ഞാൻ കൂടുതലായിട്ടും കുറെ കാര്യങ്ങൾ അമിതമായിട്ട് വിശ്വസിക്കുന്നില്ല. 28-ന് കെട്ടണം അല്ലെങ്കിൽ 48-ന് കെട്ടണം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അവളെപ്പോ ഓക്കെ ആവുന്നു അന്ന് നമ്മൾ അവള് ഓക്കെ ആയി ചേട്ടാ ഞാൻ നമുക്ക് ചെയ്യാം എന്ന് പറയണതിന്റെ അന്നോട്ട് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഒരു തീരുമാനം. നമ്മുടെ ഈ സിറ്റുവേഷൻ സമയത്ത് നമ്മുടെ ഹസ്ബൻഡിന്റെ ഒരു ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മളാണ് ആ സിറ്റുവേഷനിൽ വരുന്ന ആ പെയിൻ അനുഭവിച്ചത്, അന്ന് ഓക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് സന്ദീപേട്ടൻ ആ തീരുമാനം എടുക്കുമ്പോൾ ആസ് എ വൈഫ് എന്ന രീതിയിൽ ശരിക്കും എത്രത്തോളം ആ സമയത്ത് എത്രത്തോളം അതൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്? എനിക്കും അപ്പം സി സെക്ഷൻ ആയിരുന്നുകൊണ്ട് തന്നെ കുറച്ച് റിക്കവറി ടൈം കൂടുതലാണല്ലോ. അപ്പം ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ എന്ന് വെച്ചാൽ നമ്മൾ പഴയതുപോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതായത് എനിക്കും അത് കഴിഞ്ഞ് മതി എന്നായിരുന്നു. അപ്പം ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നുവെച്ചാൽ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുന്ന ഒരു ഇതാണ്. അപ്പം കുഴപ്പമില്ല. അപ്പം സന്തോഷം തോന്നി. കാരണം
മനസ്സിലാക്കുന്നുണ്ടല്ലോ. അല്ലാതെ ചിലര് ഞങ്ങളുടെ അവിടെ ബന്ധുക്കളൊക്കെ പറയും 28-ന് തന്നെ കെട്ടണം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിൽ ഇവരെന്ത് ഇങ്ങനെ പറയണം, നമ്മളെ ഒരു ശരീരം മനസ്സിലാക്കാതെ അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെ ആരൊന്നും പിന്നെ പറയത്തില്ല. ശരിയാ, അതുകൊണ്ട് അതൊരു ഇതാണ്. വൈകലിക്കാണ്. ഈ തൂലിക, അതായത് 2025 എല്ലാ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസർമാരൊക്കെ കുട്ടികൾ ജനിക്കുന്ന ഒരു വർഷമായിരുന്നു. എന്നാലും ഞാൻ നോക്കുമ്പോ എല്ലാ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഓരോരുത്തർക്കും വിശേഷമാവണോ കുട്ടി ജനിക്കുന്നു. ഞാൻ റയറായിട്ട് നോക്കിയാണല്ലോ പരിപാടി ചെയ്ത് നോക്കിയപ്പോ എല്ലാരും ഈ 2025 ഒരുപാട് ആൾക്കാർ. നമുക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആണോ? അങ്ങനെ പ്ലാൻ 2025 ചെയ്തിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നു. നമ്മള് എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞൊന്ന് സെറ്റായി ഒക്കെ ആയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ മതി എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു already. അപ്പൊ അങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഇപ്പൊ തൂലികാതെ പേര് ഒരു കാലഘട്ടത്തിൽ മഴ, വെയില്, കാറ്റ് തുടങ്ങിയിട്ട് പ്രകൃതിയുമായി ഇണങ്ങുന്ന മലയാള പേരുകളാണ് ഓരോ കുട്ടികൾക്ക് ഇട്ടുകൊണ്ടിരിക്കണേ. ഞാൻ വിചാരിച്ചിട്ട് തൂലിക എന്ന് പറഞ്ഞ പേര് അങ്ങനെ ഇനി ഇട്ടതാണോ? ശരിക്കും അങ്ങനെ ഒരു മലയാള തനിമ പ്രകൃതിയോട് ചേർന്ന് അങ്ങനെയല്ല. വേറെ അല്ല, ഞാൻ ആദ്യം അനബെല്ല ഇംഗ്ലീഷ് സിനിമയുടെ ഫയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറയാം, കൊച്ചിന് ഞാൻ പെങ്കൊച്ചാണെങ്കിൽ ആ പേര് ഇടുള്ളൂ. ആ പേര് ഇടണോ? കല്യാണം മുന്നേ സിനിമ അങ്ങനെ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് പറയാം ഈ അത് കൊള്ളത്തില്ല, അത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് പെൺകുട്ടിയായിരുന്നു ഇഷ്ടം. കാരണം എന്റെ വീട്ടില് എനിക്ക് അനിയനാണ്. അപ്പൊ ഒരു പെൺകുട്ടി എങ്ങനെയാണെന്നുള്ള സംഭവം എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഒരു പെൺകൊച്ചു വേണമെന്നുള്ളായിരുന്നു ആഗ്രഹം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പേര് സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഈ സാധാരണ ഹിന്ദി പടങ്ങൾ അങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ മറ്റേ പോസ്റ്റ് അടിച്ച സമയത്ത് കില്ലെന്ന് പറഞ്ഞ സിനിമ, അപ്പൊ അതിലെ നായികയുടെ ഒരു തൂലിക എന്നാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ പേര് കൊള്ളാലോ, പെൺകുച്ചാണെങ്കിൽ ആ പേരിടാം എന്ന്. അപ്പൊ എനിക്ക് ആ പേര് വിളിക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ചിലപ്പം ഇനി ആ സിനിമ കാണാൻ പോയത് ഞാൻ കൊച്ചിന് ഈ പേര് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ആ മൈൻഡിൽ ആ പേര് വരത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, മേഘ കിട്ടുകയാണെങ്കിൽ തൂലിക, നേത്ര, അങ്ങനെ 2-3 പേരുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും കൂടുതൽ തൂലിക എന്നായിരുന്നു. പിന്നെ ആൺകുട്ടിയായിരുന്നു യുഹാൻ എന്ന് ഇടാൻ വേണ്ടി. നോർത്ത് ഇന്ത്യൻസിന് പൊതുവെ ഈ പേര്. അപ്പൊ എനിക്ക് ആ പേര് ഇതുവരെ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പേര് ഉണ്ടെന്നുള്ള സംഭവം. നമ്മളിവിടെ കേട്ടിട്ടൊന്നുമില്ല, ഞാനും കേട്ടിട്ടില്ല. കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ പല ആൾക്കാരും, നമ്മള് ക്രിസ്ത്യൻ ആണല്ലോ, പല ആൾക്കാർ ബന്ധുക്കൾ എന്താ ക്രിസ്ത്യൻ നെയിം ഇല്ലേ കൊച്ചിനിടാൻ? അപ്പൊ ഞാൻ പറയും നമുക്ക് ഇഷ്ടമുള്ള പേരെല്ലാം ഇടാൻ പറ്റില്ല, മതം ജാതിയും നമ്മൾ നോക്കാം. എന്റെ പേര് മേഘ, ചേട്ടന്റെ പേര് സന്ദീപ്. പലർക്കും അത് അറിയത്തില്ല, അവര് വിചാരിക്കും നമ്മൾ ഹിന്ദുക്കളാണെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് നോക്കിയപ്പോ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. അപ്പൊ തൂലിക ഇട്ടു. ഈ തൂലിക പേര് പറഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ എന്തായിരുന്നു ആളുടെ? മേഘ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു വർഷം ഞാൻ പറഞ്ഞു ഇപ്പൊ പേര് നീ കണ്ടുപിടിച്ചോണം എന്ന് പറഞ്ഞ്. ഞാൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് പ്രസവത്തിന് 1 മാസം വരെ നോക്കി, അത് കണ്ടുപിടിച്ചില്ല. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ തൂലിക തന്നെ ഫിക്സ് ചെയ്യാം, അത് കൊള്ളാം. അപ്പൊ ഞാൻ 2 എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ടോ പേര്? കൊള്ളാം തൂലിക. സാധാരണ എല്ലാവരും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിൽ കൂടുതൽ അവസാനം യുഹാൻ. അപ്പൊ എനിക്ക് യുഹാൻ എന്നുള്ള പേര് ഓൾറെഡി ഞാൻ പുഞ്ചിരി മുറ്റത്ത് എട്ടിക്കോരാന്ന് പറഞ്ഞ സിനിമ, അതിന്റെ ഫസ്റ്റ് എന്റെ ആദ്യമായിട്ട് കിട്ടുന്ന ക്യാരക്ടർ നെയിം അത്. അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ട ആങ്കൊച്ചാണെങ്കിൽ അതിടാം. അപ്പൊ അതിനൊരു പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ തൂലിക എന്നുള്ള പേര്, പിന്നെ പെൺകൊച്ചായപ്പോ തൂലികാന്ന്. പക്ഷെ തൂലിക നല്ല പേര്. ഇപ്പൊ പൊതുവെ അറിയപ്പെടുന്ന ആളുകള് കുട്ടികൾക്ക് പേരിടുന്നത് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർക്ക് ഒരു കുട്ടി ഇടുമ്പോ എനിക്ക് തൂലിക നോക്കിയോ ഇട്ടിട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാര്, അതായത് ഇവള് പ്രസവ സമയത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതുപോലെ വന്ന ഒരു കൊച്ചിന്റെ പേരും തൂലിക എന്നാണ്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു വീഡിയോ കണ്ടിട്ട് ആ ഒരു ചേട്ടൻ. ശരിക്കും നിങ്ങളൊരു ഇൻഫ്ലുവൻസർ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പേര് കണ്ടുപിടിച്ചിടുന്നതാണ്. സോ ആളുകൾ ഇതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാ ശരിക്കും? അങ്ങനെ സന്തോഷം തോന്നും. പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാരെയും ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറെ ആൾക്കാർ ക്രിക്കറ്റ് കളിയൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാ ആൾക്കാരും ചെയ്യുക, അങ്ങനെ എല്ലാം തന്നെ കണ്ടുപിടിക്കാനൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. ഇങ്ങനെ നിർബന്ധമുണ്ടോ ഇന്ന കാര്യങ്ങൾ? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ആളുകൾ ഇൻഫ്ലുവൻസ് ആയി പോകരുത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ചെയ്യാറുണ്ടോ കാര്യങ്ങൾ? ഞാൻ മദ്യപാനത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ആവും നമ്മളെ വീഡിയോസിലൊന്നും നമ്മൾ അധികം കൊണ്ടുവരാൻ. എന്നുവെച്ചാൽ കോണ്ടന്റ് നമ്മളെ കോമഡി വൈൻ വീഡിയോസിലൊക്കെ ആണെങ്കിൽ നമ്മളത് ക്യാരക്ടറിന് വേണ്ടി ചെയ്യാം. അല്ലാതെ നമ്മളിപ്പം ട്രിപ്പൊക്കെ പോകുന്നുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ആ വീഡിയോസ് ഒന്നും വിഷ്വലൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല. കാരണം ചില പിള്ളേര് വിചാരിക്കും അയ്യോ ആ ചേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ചെയ്തുകൂടാ എന്ന് തോന്നും. അപ്പൊ പിന്നെ എല്ലാം ഒരു മൈൻഡ് സെറ്റ് ആണ്. കാരണം ഞാൻ എൻ്റെ
നമ്മളെ ഒരു കോളേജിൽ പഠിച്ച സമയത്ത് നമ്മളെ ഏരിയയിൽ എല്ലാ ചേട്ടന്മാരും ഇപ്പൊ ഉള്ള ഡ്രഗുകളൊക്കെ അന്ന് പണ്ട് സാധനം ഇവിടെ ഉണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നവരെ അടിക്കണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് നമുക്ക് തോന്നില്ല. എല്ലാവരും നമ്മളെ മൈൻഡ് സെറ്റ് ആണ്, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവരെന്തോ ചെയ്യട്ടെ, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ഒരു 3 കൂട്ടുകാരന്മാരുണ്ട്, നമ്മൾ ആരും അത് യൂസ് ചെയ്യില്ല. നമ്മള് ക്രിക്കറ്റ് കളിയിലുള്ള കൂട്ടുകാരന്മാർ തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് അവരെ ഇഷ്ടമാണ്, അവരെന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ട, നമ്മൾ ചെയ്യുന്നില്ല. ഈ സ്പോർട്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയില്ല ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും സ്പോർട്സ് ഭയങ്കര ക്രിക്കറ്റ്, ഫുട്ബോള്, ജിമ്മിൽ പോകുന്ന ബോഡി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധ പോവാറില്ല. അവർ ഫോക്കസ് ചെയ്യുന്ന അവരുടെ ഉയരാണ്. സത്യം. അത് കളഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്രിക്കറ്റ് അത് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് സ്റ്റിൽ ഇപ്പോഴും അത് ഡ്രീം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഫാമിലിയായി, നമുക്ക് ഇപ്പം വരുമാനം, കാര്യം, ഇപ്പൊ പല സമയങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എങ്ങനെയാ സന്ദീപേട്ടൻ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം? അല്ല, അതില് ഏറ്റവും ഒരു ഇത് മേഘ തന്നെയാണ്. മേഘ എടുത്തപ്പോ ഞാൻ പറയാ, ഞാൻ പോയിട്ട് പറയാം, പല ആൾക്കാരും ഇപ്പം കൊച്ചൊക്കെ ആയി കഴിഞ്ഞാലും ചില ആൾക്കാർ പോണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പറ്റൂല. അപ്പോൾ അങ്ങനെയൊന്നും പറയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനി എത്ര കാലം നമ്മൾ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടല്ലോ. അപ്പൊ അത്രയും സമയം ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ അതിലൊരു സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ വലിയ സ്ട്രെസ് ആണെങ്കിൽ, ഇപ്പൊ നാളെ ഇനി ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും അത് കളിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും. ഫ്രണ്ട്സുമായിട്ടുള്ള ആ സമയം അത് ഭയങ്കര ഒരു അടിപൊളിയാണ്. പിന്നെ അത് ടൈം കണ്ടെത്തും. ക്രിക്കറ്റ് നമുക്ക് ഇഷ്ടമാണല്ലോ, അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തും. ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രേമിച്ചാണല്ലോ കല്യാണം കഴിച്ചത്. പ്രേമിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇഷ്ടങ്ങൾ പറഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും പറയും. പക്ഷെ കല്യാണത്തിന് ശേഷം മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഇപ്പൊ എല്ലാ ആൺകുട്ടികളും പറയാ, പ്രേമിച്ച് കല്യാണം കഴിക്കേണ്ട, കല്യാണമേ വേണ്ട, കാരണം ഇപ്പൊ പറയുന്ന പോലെയല്ല പിന്നീട് പറയാം. ഇതാണ് ഞങ്ങൾക്കൊക്കെ ഒരു ടെൻഷൻ. സോ അതെങ്ങനെ ഇപ്പൊ എന്തുകൊണ്ട് ഇഷ്ടത്തിന് അത് പറയുന്ന ഒരുപാട് ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇഷ്ടത്തിന് പുറകെ വിടാന്നാണ്. ചേച്ചിക്ക് ഫാൻസ് വേറെ കൂടും. എങ്ങനെയാ അതെങ്ങനെയാ കാണണേ ശരിക്കും? അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ പണ്ട് പറഞ്ഞതൊക്കെ? ഇല്ല, നമ്മള് എങ്ങനെയാണോ പ്രേമിച്ച് നടന്നപ്പോ അതുപോലെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞെന്ന് തന്നെ ഞങ്ങൾ ഇടയ്ക്ക് വിട്ടു. പിന്നെ മേഘയുടെ വീട്ടിലാണ്, ഇപ്പൊ എന്റെ വീട്ടിലാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ മേഘ ഒരു കാര്യത്തിൽ അങ്ങനെ റെസിസ്റ്റ് ചെയ്യാറില്ല എന്നെ. ഇപ്പം ഞാൻ പറയും, മേഘ എനിക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യം പോവും ഞങ്ങൾ. ഇപ്പൊ ചില സമയമൊക്കെ എന്റെ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പൊ മേഘ പോവാണ്, ചിലപ്പോ രാത്രി 10 മണിക്കായിരിക്കും കളി, അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും. അപ്പൊ മേഘ ഞാൻ പറയും പോവാണ്, പോയിട്ട് വരാം, ഓക്കെ, ഒരു വിളിയിലൊന്നും വിളിച്ചല്ലേ. അപ്പൊ ഞാൻ നോക്കുമ്പോ അപ്പൊ നെറ്റ്ഫ്ലിക്സ് സിനിമയും കണ്ടിരിക്കും. ഞാൻ വന്നിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ചിലപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകും, ചിലപ്പം രാത്രി ചിലപ്പോഴൊക്കെ. ഈ കാണുന്ന ആൺകുട്ടികളെ പുണ്യം ചെയ്ത മനുഷ്യനാണ്. അങ്ങനെയൊന്നുമില്ല, നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് കളിയിൽ ഞാൻ അങ്ങനെ ഒന്നും, കാരണം ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ അതിന് ഓക്കെ പറയുമ്പം എന്റെ അടുത്തും കുറച്ചുകൂടെ ഇതാണ്. അപ്പൊ പിന്നെ ഞാൻ അത് നോക്കിയാൽ മതിയല്ലോ. ഒരാൾ ഹാപ്പിയാക്കുന്ന കാര്യം ക്രിക്കറ്റല്ലേ പറയുന്നല്ലോ, അല്ലാതെ വെള്ളോടിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. എത്രയോ പേര് അങ്ങനെയൊക്കെ പോകുന്നത്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ കൊച്ച് ആവുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരു സ്പേസ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇവിടെ പോവാം, എന്ത് ചെയ്യാൻ, നെറ്റ്ഫ്ലിക്സ് കാണാം, എപ്പോ വേണമെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോവാം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ആണല്ലോ. ബേബി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോ അതൊന്ന് പഠിച്ചെടുക്കാൻ, നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ എങ്ങനെയായിരുന്നു ആ ഒരു ഇപ്പൊ 2 മാസം എങ്ങനെയായിരുന്നു ശരിക്കും? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് കൊച്ചു പിള്ളേരെ എടുക്കാൻ പോലും അറിയില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. എനിക്ക് അനിയുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം എനിക്ക് പേടിയാണ്. എനിക്കും പേടിയാ. എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ, അയ്യോ നമ്മൾ വല്ലതും പറ്റിപ്പോയാ, അങ്ങനെയൊക്കെ എനിക്ക് പല പേടികളുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും ആ സമയത്തൊക്കെ പിന്നെ ചുറ്റും ആൾക്കാരുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ ഇവളുടെ അമ്മയായിരുന്നാലും എന്റെ അമ്മയായിരുന്നാലും പിന്നെ കുട്ടിയുടെ മേമ, പിന്നെ അവളുണ്ടെങ്കിൽ പിന്നെ കൊച്ചിനെ നമുക്ക് എടുത്ത് പഠിക്കേണ്ടി വരില്ല. കാരണം ഫുൾ ടൈം അവള് തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ടെൻഷൻ അടിക്കാനില്ല. പലർക്കും അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത്. കാരണം ഇവർക്ക് ചുറ്റും പിന്നെ ആൾക്കാരുണ്ട്, ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടാറുണ്ട്. എൻ്റെതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷമാണെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഞാനിങ്ങനെ ആലോചിക്കും, ഇപ്പൊ ഹസ്ബൻഡും വൈഫും മാത്രം ഉള്ളപ്പോ എങ്ങനെ അവർ മാനേജ് ചെയ്യണം? അതായത് അവർക്ക് ജോലിക്ക് പോകണം. ഇപ്പൊ ഹസ്ബൻഡ് എന്തായാലും വർക്ക് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ആ സമയത്ത്. അപ്പം വൈഫ് മാത്രമല്ലേ കാണുള്ളൂ. അപ്പൊ എങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മാനേജ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഞങ്ങളിങ്ങനെ പറഞ്ഞു ചിന്തിക്കും. പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഇതൊക്കെ? ഒരാളെ റെഡിയാക്കുമ്പോ അടുത്താളോട്.
ഇപ്പൊ ബേബി വരുമ്പോ ഇപ്പൊ ഞാനൊരു പാരന്റ് ആവുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് നമ്മുടെ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പം നമ്മുടെ പാരന്റ്സ് പറയും ഞാനൊരു അമ്മയാകുമ്പോ ചോദിക്കോ നിങ്ങളെ സമ്മതിക്കാതെ പലതും എന്റെ കുട്ടിയോട് ഞാൻ സമ്മതിക്കും, ചില കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കും. നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊരു പാരന്റ്സ് ആവുന്ന എന്റെ കുട്ടിയോട് ഇങ്ങനെയായിരിക്കും, ചില കാര്യങ്ങൾ ഞാൻ നോ പറയില്ല. ഇതൊക്കെ പൊളിഞ്ഞ സിറ്റുവേഷൻ ഉണ്ടോ കുട്ടി വന്ന സമയത്ത്? ഇല്ല, നമ്മൾ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച് നമ്മളെയൊക്കെ അച്ഛന്മാരൊപ്പം അച്ഛന അമ്മ ഇവരൊക്കെ എങ്ങനെയായിരിക്കും നമ്മളങ്ങനെ നോക്കിയെന്നുള്ളതെന്നുള്ളതാണ്. നമ്മൾ ഇത്രയും സമയം ഇതിനു വേണ്ടിക്കുന്നു അങ്ങനെ നോക്കിയിരിക്കണം. കാരണം അതൊക്കെ നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇത്ര മണിക്കൂർ ഇടപെട്ട് ഇത് കൊടുക്കണം, ഫുഡ് കൊടുക്കണം, ഇതൊക്കെ ഞാൻ നമ്മളൊക്കെ വയ്യോ ഇതൊക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും? അപ്പൊ അവര് പറയുമല്ലോ നിനക്ക് നൊന്ത് പ്രസവിച്ചു കണ്ടാ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോഴാ മനസ്സിലാവും ശരിക്കും. അത് പിന്നെ അവരുടെ അടുത്തൊക്കെ ഒരു റെസ്പെക്റ്റ് ആ സമയത്ത് നമുക്ക് ഇപ്പോഴായാലും അമ്മ പറഞ്ഞാലേ എന്തെങ്കിലും കേൾക്കും. നേരത്തെ ഞാൻ കേൾക്കത്തില്ല, കാരണം നമുക്കറിയാം കഷ്ടപ്പെട്ട് എന്നെ ഇതുപോലെ പ്രസവിച്ചതാണ്. അപ്പൊ ഞാൻ കാണിക്കുമ്പോഴും അവർക്ക് അതുപോലെ ആയിരിക്കില്ല വിഷമാവുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നാളെ ഇവളെ എന്നോട് അങ്ങനെ കാണിക്കുമ്പോഴും അയ്യോ എനിക്ക് ആ ഒരു സെയിം ഫീലിംഗ് ആയിരിക്കുമല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിൽ തന്നെ നമ്മൾ അയ്യോ അമ്മേനൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടില്ല. നമ്മൾ കൊച്ചിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ടീനേജ് പ്രായത്തിലൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ പാരന്റ്സിനെ എല്ലാ കാര്യത്തിലും ഇപ്പം ഒരു മാസം ശമ്പളം കിട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, ഓ അച്ഛനൊക്കെ അപ്പൊ ഏത് എടുത്തിട്ടായിരിക്കും ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, എന്തുമാത്രം. അപ്പൊ ഞാൻ പണ്ട് ബൈക്ക് മേടിച്ചു തരാൻ വേണ്ടി വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു അയ്യോ ഇത്രയും ശമ്പളം ഉണ്ടായിരുന്ന അച്ഛന് ഗവൺമെന്റ് ജോലിയാണ് എങ്കിലും ആ വീടിന്റെ ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും അയ്യോ അച്ഛനൊക്കെ ഇത്രയും ലോണും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ഇനി എങ്ങനെ ബൈക്കിനുള്ള പൈസ കണ്ടെത്തി ലോൺ അടച്ചു, അതൊക്കെയാണ് നമ്മളെ ചിന്ത വരും. നമ്മൾ ഓരോ കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ ആലോചിക്കും അയ്യോ അച്ഛനൊക്കെ അപ്പം പുണ്യം ചെയ്ത്. അപ്പൊ ഞാൻ ഇതിലും ആലോചിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ലൈഫ് എങ്ങനെയായിരിക്കും, അവർ മോളെ കല്യാണം നടത്തുന്നുണ്ട്, അതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഇരുന്ന് കുറെ ആലോചിക്കും. നമുക്ക് ഇപ്പൊ ഇത്ര വരുമാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തികയാതെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അയ്യോ അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ അവരെ ജീവിതം നടത്തുന്നുണ്ട്, കല്യാണം നടത്തുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അത്ഭുതമായിട്ട് ഇങ്ങനെ തോന്നാറുണ്ട് ചില സമയത്ത്. ഒരു അച്ഛനായ സമയത്ത് ശരിയാണ് നമ്മളത് ചിന്തിക്കുന്നത്. നമ്മൾ ഒരു പ്രായത്തിന്റെ ഒരു മാറ്റമായിരിക്കും. നമ്മൾ കുറച്ച് മെച്ചൂർഡ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ടോ ശരിക്കും? ഒരു അച്ഛനായിരിക്കും. എനിക്ക് മനസ്സിലായി ജീവിക്കാനാണ് ഈ ലോകത്ത് ഭയങ്കര അതെന്തുണ്ട് അങ്ങനെ തോന്നിയത്? കാരണം ജീവിക്കാനാണ് ഏറ്റവും പാട്, നശിക്കാൻ എളുപ്പമാണ്. ജീവിക്കണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ നോക്കണം, പൈസ വേണം, അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന്റെ ടെൻഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെൻഷനൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നശിക്കുക, അതാണ് ഏറ്റവും. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ ഞാൻ സത്യം പറഞ്ഞ ഒരു 25 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ ഇപ്പൊ ടെൻഷൻ അടിക്കും. ഇവക്ക് കാരണം അങ്ങനെ എങ്ങനെയായിരിക്കും ആ സമയത്ത് ഇവക്ക് എങ്ങനെയായിരിക്കും, അതൊക്കെ ഞാൻ ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കും. വെറുതെ നമുക്ക് ടെൻഷൻ അടിക്കണമെങ്കിൽ ഒന്ന് പ്രഗ്നന്റ് ആയ വെറുതെ ടെൻഷൻ അടിക്കും. ഇനി നമുക്കൊരു ഗെയിമും കൂടിയുണ്ട്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആകുമ്പോൾ നമുക്കൊരു ഗെയിം ഇല്ലാതെ, പക്ഷെ 3 ഗെയിമുകളുണ്ട്. ഗെയിമിൽ സക്സസ്ഫുള്ളി ആരാണോ വിൻ ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഒരു വീട്ടിൽ കൊണ്ടുപോകാം, ക്രിസ്മസിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തായാലും. അപ്പം ക്രിസ്മസ് ഒക്കെയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഗെയിംസ് കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഗെയിംസ് ആണ്. അപ്പൊ ആദ്യത്തെ ഗെയിമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 3 ഗെയിമിലും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആരാണോ വാങ്ങുന്നത് അവർക്ക് ഞങ്ങൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഓക്കെ ആണോ? എന്തായാലും വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾ കൊണ്ടുപോവാം. ഇത് ഗെയിമാണ്, വിട്ടുകൊടുക്കാൻ പാടില്ല. സോ ആദ്യത്തെ ഗെയിം എനിക്ക് തോന്നുന്നു ക്രിക്കറ്റർക്ക് കുറച്ചും കൂടി എളുപ്പമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അപ്പൊ എന്താ വെച്ചാൽ ഒരാൾ ഇരിക്കുക. ആദ്യം ആരാണ് ഇരിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. സോ ഒരു ബൗൾ പിടിക്കുക, മുകളിൽ നിന്ന് 2 കൈ കൊണ്ടും ഇഷ്ടമുള്ള ഒരു സൈഡിൽ ബോൾ ഇടുക. കറക്റ്റ് എവിടെയാണ് ഇടുന്നത് മനസ്സിലായിട്ട് ക്യാച്ച് ചെയ്യാം. സോ ഏറ്റവും കൂടുതൽ ബോൾ ക്യാച്ച് ചെയ്യുന്ന ആരാണോ അവരാണ് വിന്നർ ആവുക. അതാണ് ഫസ്റ്റ് ഗെയിം. അപ്പൊ ആദ്യം ആരാണ് ഗെയിമില്? ഞങ്ങൾ ക്രിക്കറ്റ് അറിയാത്തവരും ബോൾ അറിയാം. ഓക്കെ, അപ്പൊ ബോൾ എടുത്താലോ? ഇഷ്ടമുള്ള ബോള് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ കറക്റ്റ് ഇഷ്ടമുള്ള ഇടാം. അപ്പൊ നമുക്കൊരു ഡൗട്ട്, ഇപ്പൊ റൈറ്റിൽ ഇടുന്നു വിചാരിക്കും, പക്ഷെ നമ്മൾ ലെഫ്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, അത് തന്നെ, അതാണ് നമുക്ക് വേണ്ടത്. രണ്ടും ഇങ്ങനെ വെക്കണം അല്ലേ? മാക്സിമം ഹൈറ്റിൽ വെച്ചോ, തൊട്ടടുത്താണല്ലോ. കറക്റ്റ് ഗസ് ചെയ്തിട്ട് വേണം ക്യാച്ച് ചെയ്യാൻ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. വേഗം നീ ആദ്യം മോളോട്ട് നോക്കിയാണ് നമുക്ക്. നീ ഇടുമ്പോ പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിടിച്ചില്ല, ടു ബാഡ്.
ഫോക്കസ് ഉള്ളത് കൂടെ പോയി ഒന്ന് നമ്മൾ ഓക്കെ ആവല്ലേ ആ പോലെ 10 ബോളുള്ളൂ. ഇത് ഒന്നുപോലും എനിക്ക് കിട്ടൂലല്ലോ. ഏത് ബോൾ ആയിരിക്കും താഴെ ഏത് സൈഡ് ആയിരിക്കും ഒന്ന് ഓർത്ത് നോക്കൂ. കറക്റ്റ് മിഡ് പൂറിച്ചത്. ഓക്കെ വലിയ ബക്കറ്റ് ആയിരുന്നു. ലാസ്റ്റ് ബോൾ ആണ്. ഇവിടെ ഇരി. ഷോ ഒരൊറ്റ ബോളാണ് സന്ദീപേട്ടൻ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. നോക്കാം. കള്ളാ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഞാൻ റൈറ്റ് ഇടോളെ പറഞ്ഞല്ലേ റൈറ്റ്. ഇത് കറക്റ്റ് ഞാൻ ലെഫ്റ്റ് ഇടും. പിടിച്ചോ. ഇടാൻ പറയണേ. ലെഫ്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ? അത് കറക്റ്റ് സ്ട്രൈറ്റ് നിൽക്കുക. എന്നിട്ട് ഓക്കെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റിലോട്ട് തിരിച്ചോ. അതല്ല എല്ലാം എന്നാ റൈറ്റ് ഇത് കറക്റ്റ് റൈറ്റ് വേണേ പിടിച്ചോ. താങ്ക് യു. ഇത് വേണ്ടല്ലോ. അത് വേണമെങ്കിൽ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചോ. ഓക്കെ എന്നാ ലെഫ്റ്റിലോട്ട്. എപ്പോഴും വിശ്വസിക്കല്ലേ. ഇത് ഇനി 2 എണ്ണം കൂടി ഉണ്ട് മേഘ. ഇത് നീ എന്നെ വിശ്വസിച്ചോ. കറക്റ്റ് ഞാൻ റൈറ്റ് ഇടും. അങ്ങനെ ആക്കല്ലേ. എന്നെ വിശ്വസിച്ച് റൈറ്റിലോട്ട് നീ ധൈര്യമായിട്ട് വിട്ടോ. എന്നാ റൈറ്റിലോട്ട് റൈറ്റ് സീരിയസ് ആയിട്ട് റൈറ്റ്. എന്നാ പിടിച്ചോ. അയ്യോ ഇത് രണ്ടുപേരും ഓരോ ബൗള് കട്ടൊക്കെ നിക്കാണ്. ഒരു അടിയാ ചെറിയ കേക്കെങ്ങാനും ആയിരിക്കും. നീ ചുമ്മാ എന്താ ചേട്ടാ ഇങ്ങനെ ഗസ് ചെയ്യണേ. ഓക്കെ രണ്ടാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇത് പോയിന്റ്സ് വെച്ച് നോക്കുമ്പോ രണ്ടുപേരും കട്ടക്ക് നിൽക്കാണ്. ഓക്കെ അപ്പൊ രണ്ടാമത്തെ ഗെയിമിലേക്ക് പോയാലോ? സോ നമ്മുടെ രണ്ടാമത്തെ ഗെയിമാണ്. ആദ്യത്തെ ഗെയിമിൽ 0.11 വാങ്ങിയിട്ട് രണ്ടുപേരും ടൈ ആയിട്ട് കട്ടക്ക് നിൽക്കുന്നുണ്ട്. സോ രണ്ടാമത്തെ ഗെയിം ഇതാണ്. നിങ്ങൾക്ക് ഇതേ 5 ബോൾ വെച്ച് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം ഇതേ ഗ്ലാസ്സസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ ബോള് ഊതി ഈ ഗ്ലാസിന്റെ അകത്ത് കയറ്റണം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ആരാണോ ഈ 5 ഗ്ലാസ് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യുന്നവർ അവർക്ക് ഒരു പോയിന്റ് കിട്ടുന്നതായിരിക്കും. ഇത് ഒരേ സമയം വേണം രണ്ടുപേരും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പൊ റെഡിയാണോ? തുടങ്ങാലോ? സെറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെച്ചോ കുഴപ്പമില്ല. ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്റെ ഇടയ്ക്ക് കൂടെ. യെസ് നിങ്ങളെ കൊണ്ട് സാധിക്കും. യെസ് യെസ് സമയങ്ങളല്ലേ മേഘ? സമയമുണ്ട്. എന്താ ഇവിടെ നടക്കണേ? അത് കേറിട്ട് കുഴപ്പമുണ്ടോ? കേറി അവിടെ തന്നെ ഇരിക്കണം. അയ്യേ മേഘ ഗവൺമെന്റ് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ കേറി. ഫൈനലി ചേട്ടാ കഴിഞ്ഞു. ഗെയിം കഴിഞ്ഞു. പണ്ട് മുതലേ ഇതന്നെ പരിപാടി ഗെയിം. പണ്ട് പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ VBS കളിക്കുമല്ലോ. അന്ന് കൊച്ചിലെ കളിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ ഇന്ത്യക്ക് വേണ്ടിട്ട് മത്സരിക്കണം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ അപ്പത്തെ 2-1. അപ്പം എന്തായാലും അടുത്ത ഗെയിം എങ്ങനെ ഒരുപോലെ 2-2 വാങ്ങുമോ നമുക്ക് അറിയില്ല. എന്നാലും ലാസ്റ്റ് ഗെയിമും കൂടെ നമുക്ക് നോക്കാം. പിള്ളേരെ കളിയൊക്കെ പറ്റും. ഇനിയിപ്പോ തോറ്റ് കഴിയുമ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എത്ര പ്രാവശ്യം കേറിട്ട് ഇറങ്ങി അറിയുന്നത്? അതെ ഞങ്ങള് കണ്ടായിരുന്നു. ഓക്കെ അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ റെഡി. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ 3ാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പം സിമ്പിൾ ആണ്. ഇത് സ്പൂണി ഞാൻ തരും. അപ്പൊ അത് കൈ ഉപയോഗിക്കാതെ ഒന്ന് വായു കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. ഒരു വട്ടത്തില് ഒരു പൂക്കളം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് നിങ്ങൾ വെച്ചാൽ മതി. ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തോളൂ. ഏത് കളറാ വേണ്ടേ? എന്ത് പറഞ്ഞ ഗ്രീൻ. ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഇതിലാരാണോ വിൻ ചെയ്യണം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇപ്പം മേക്കാണ്. ഡെലിവറി കിടന്നോണ്ടാ, അല്ലെങ്കിൽ അവിടുത്തെ ട്രോഫി ഉള്ള കൊണ്ടുപോകാൻ. നമ്മൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേന്ന് എടുക്കാൻ പാടാവൂലേ? ഇത് ഇപ്പൊ മുകളിലത്തെ തൽക്കാലം എടുത്തോ. എന്നിട്ട് താഴത്തെ ബ്രില്യന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടോ? നമ്മളെന്താ വിൻ ചെയ്യും. അപ്പം നമുക്ക് നോക്കാം. റെഡിയാണോ? വാവ എഴുന്നേറ്റു. നിങ്ങളുടെ ഗെയിം കാണാൻ റെഡി ആയിട്ട് ആളിപ്പോ ഇരിക്കുമായിരിക്കും. ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അനുഗ്രഹിച്ചിരിക്കുന്നു.
മാനസികമായിട്ട് തളർത്തി മേഘ ഞാൻ ഒന്ന് വെച്ചേ. ഞാൻ വിഷമത്തിൽ ഇപ്പം തള്ളിട്ടെ. സൈലന്റ്. എവിടെ പോണ ഓ ഓ കാര്യം എടുക്കണല്ലേ. ജിമ്മി പോവാറുണ്ടല്ലോ അല്ലേ? ഓക്കേ, വീണ്ടും പറഞ്ഞല്ലേ. ഒന്ന് മതിയോ? എക്സ്ക്യൂസ് മീ. അടികൂടരുത്, അടികൂടരുത്. അടിയാവും. താഴെ ഇരിക്കുന്ന പാടാണ് കേട്ടോ. പാടാണോ? എന്നാലും കൊണ്ടുവന്നോ. സമ്മതിക്കൂല. ഞാൻ 3 വെച്ചേ. വാവ്, ഒരേ സമയമൊക്കെ എടുത്തോണ്ട് പോണു. അതൊക്കെ ഓക്കെ. 3-3 എന്ന നമ്പറിൽ രണ്ടുപേരും കട്ടക്ക് മുന്നോട്ട് പോവുകയാണ്. അവിടെ അനിയത്തി എടുക്കണേന്നൊക്കെ ഒരു പ്ലം വീട്ടിൽ നിന്ന് ക്ലാപ്പ് ചെയ്യാൻ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുക. കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ചിരിക്കണമെന്നുണ്ട്. യെസ് യെസ്. ആർക്ക് കിട്ടും പ്ലം കേക്ക്? അയ്യോ എവിടെ ഇല്ലേ പ്ലം കേക്ക് വേടാ. ഇല്ല പറയാൻ പറ്റില്ല. ചേട്ടാ 3ാമത്തെ പോയിന്റ് പോയി. പ്ലം കേക്ക് അടിച്ചല്ലേ. പരിഹാസം കൊടുക്കണം കേട്ടോ. സോ വളരെ അടിപൊളി ഗെയിം. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? അടിപൊളിയായിരുന്നു. പക്ഷെ രസമായിട്ട് ചെയ്തു. ആൾക്ക് അനിയത്തി ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ചിരിക്കില്ലേ ചിരിക്കില്ലേ കളിക്കില്ലേ. ചിരിപ്പിച്ചോണ്ടിരിക്കല്ലേ എങ്ങനെ ഇങ്ങനെ താഴെ പോകാൻ വേണ്ടി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കൊടുക്കണം ആൾക്ക്. ഇടവേളകൾ ആനന്ദകരമാക്കി നമുക്ക് പോയത് ഇത് ചെയ്യുന്നു. നമ്മുടെ എപ്പിസോഡ് വരുന്നതിന് മുമ്പ് നമ്മുടെ കോണ്ടന്റ് ഇതൊക്കെ ഓക്കെ. ഇത്രയും ടാലന്റഡ് ആയിരുന്നു. അറിഞ്ഞില്ല അതൊക്കെ. ഇത്ര ഓണപരിപാടി കൊണ്ടുവരുന്നേ. ഇനിയിപ്പോ അടുത്ത ഓണത്തിന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ വെക്കും. അപ്പൊ എന്തായാലും ആള് കപ്പു വാഴക്കൊല ഗിഫ്റ്റ് അതല്ലേ ഗിഫ്റ്റ് അതാണല്ലോ. ഇവിടെ ക്രിസ്മസിന് പ്ലം കേക്ക് ആണെങ്കിൽ ഓണത്തിന് ഞങ്ങൾ വാഴക്കൊല. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു ഗെയിം കൊടുത്തിട്ട് ഗെയിമിന്റെ പകുതിക്ക് തന്നെ ഗിഫ്റ്റ് എന്താണെന്ന് ഇങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കുന്നു. ബ്രില്യന്റ്. ഓക്കെ, വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതെ, ക്രിസ്മസ് പ്ലം കേക്ക് എന്നെ കൊടുക്കാനാ. ഹീറോ. അതെ അതെ. അപ്പൊ രണ്ടുപേരും സമ്മാനദാനം ഹസ്ബൻഡ് എന്നെ വൈഫിനോട്. നല്ല വെയിറ്റ് ഉണ്ട്. 2 കിലോയുടെ പ്ലം കേക്ക് ഇത്രയും ചെയ്തല്ലേ. ചേട്ടനൊരു ആദ്യം കേട്ടോ. ശരി, ഒന്നും കൊടുത്തിട്ടില്ലേ? അല്ല അങ്ങനല്ല, പബ്ലിക്കലി നമ്മൾ ഈ സ്കൂളിലൊക്കെ കിട്ടൂലേ ഇങ്ങനെ മറ്റേ വലിയ ക്രിസ്മസ് ഒക്കെ വന്നിരുന്ന് തരൂലേ അതുപോലെ. അങ്ങനെ അയ്യോ കളിയാക്കിയതാണ്, അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് എങ്ങനെയൊക്കെ തരത്തില്ലേ. ഫസ്റ്റ് ടൈമോ ചുമ്മാ ഞാൻ വ്ലോഗ് എടുത്ത് നോക്കി അറിയാം. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് അതായത് പബ്ലിക് ആയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പ് ഗിഫ്റ്റ് കൊടുക്കണം തരുന്നത് അവാർഡ്. ഓക്കെ, അപ്പൊ കൊടുക്കണം. കൈയടിച്ച അനിയത്തിക്കും കൈയടിച്ച് ഇനി എന്ത് വേണം പ്രോത്സാഹനം. സോ എന്തായാലും ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. തുലിക്കാൻ വന്നിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ്. സോ അവനെ കൊണ്ട് അടിച്ചു പൊളിക്കാം. അപ്പം ഇനി അടുത്ത ക്രിസ്മസ് നമുക്ക് കാണാം. അതിന് മുമ്പ് എന്തെങ്കിലും ഫംഗ്ഷൻ ആകുമ്പോൾ ഞാൻ വരാം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ബൈ.